സംഗീത സാർവഭൗമ നമോ വാഗം. ഇരിക്കൂ ഇരിക്കൂ ഇരിക്കൂ. എന്തൊരു മഹാനുഭാവലോ എന്നാണ് സക്കാല ഗോവിന്ദമാരാരെ കുറിച്ച് സാക്ഷാൽ ത്യാഗരാജസ്വാമികൾ പാടിയ കീർത്തനമാണ്. അഭിനവ ത്യാഗരാജനല്ലേ ഇരിക്കുന്നത്? സാക്ഷാൽ ലോഹിതാക്ഷൻ ഭാഗവതരെ നേരിൽ കാണാൻ ഭാഗ്യം സിദ്ധിച്ച എന്റെ ഈ കണ്ണുകൾ സുഹൃതം ചെയ്തവ തന്നെയാണ്. അപ്പോ നമ്മെപ്പറ്റി കേട്ടിട്ടുണ്ടല്ലേ? കൊള്ളാം, കേട്ടിട്ടുണ്ടോന്ന്. രാഗങ്ങൾ ലോഹിതാക്ഷൻ ഭാഗവതരുടെ നാവിൻ തുമ്പിലും വിരൽ തുമ്പിലും ഒരുപോലെ നൃത്തം ചവിട്ടുന്ന സത്യം ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? ഏതായാലും എന്റെ ജന്മം സഫലമായി. എന്റെ മകളെ ഞാൻ കൊച്ചു ഭാഗവതർക്ക് തന്നെ വിവാഹം കഴിച്ചു തരും. സിന്ധു ഭൈരവി, നീ ഭാഗ്യവതിയാണ് മോളെ. സിന്ധു ഭൈരവിയും ഹംസധ്വനിയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാഗങ്ങളാണ്. അതുകൊണ്ട് കൊച്ചു ഭാഗവരെ ഞാൻ ഹംസധ്വനി എന്നേ വിളിക്കും. ഹംസധ്വനി? അമ്മാവ് എന്നെ ധ്വനിന്ന് വിളിക്കണ്ട, ഹംസം എന്ന് വിളിച്ചാ മതി. തൃപ്തിയായി. ഹംസധ്വനി രാഗത്തിലുള്ള കീർത്തനം തന്നെ പാടിയല്ലോ മോളെ. കൊച്ചച്ഛനെ വിളിക്ക്. നിന്റെ വരനെ അവൻ കൂടെ ഒന്ന് പരിചയപ്പെടട്ടെ. അയ്യോ അച്ഛാ, ആരോഗ്യപരമായ കാരണങ്ങളാൽ ഇദ്ദേഹം കല്യാണമേ കഴിക്കണ്ടെന്ന് കൊച്ചച്ഛൻ പറഞ്ഞാലോ? നീ ഒന്ന് ചുമ്മാതിരിക്കേ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിന്നെ ഞാൻ കൊച്ചു ഭാഗവതൊക്കെ കൊടുക്കൂ. അനിയ, ആരോഗ്യ ചൂടാമണി. മിടുക്കൻ. രാഗങ്ങളെ കുറിച്ച് നല്ല വിവരമുണ്ട്. പക്ഷെ ആരോഗ്യം നീർക്കോലി പോലുണ്ട് ശരീരം. ഓരോ കോങ്കണ്ണും. കോങ്കണ്ണ? അണ്ണനൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. ഈ കോങ്കണ്ണനെ കൊണ്ട് എന്റെ മകളെ കല്യാണം കഴിപ്പിക്കാനും. ഞാൻ നോക്കിയിട്ട് ഒരു കോങ്കണ്ണും കാണുന്നില്ല. നിന്റെ വേറെയൊക്കെ അങ്ങ് മനസ്സിലിരിക്കട്ടെ. സംഗീതത്തിൽ ഇത്രയും പാണ്ഡിത്യമുള്ള ഒരു ഭജനെ എന്റെ മകൾക്ക് വേറെ കിട്ടിയില്ല. അതുകൊണ്ട് ആരെതിർത്താലും കൊച്ചു ഭാഗവരും എന്റെ മകളുമായിട്ടുള്ള വിവാഹം ഞാൻ നടത്തും. അണ്ണ, എന്റെ മകൾ എന്ന് പറഞ്ഞ് എന്നെ വേദനിപ്പിക്കാതെ നമ്മുടെ മകളെന്ന് പറയൂ. അതെ, നമ്മുടെ മകളുടെ വിവാഹം ഞാൻ നടത്തും. നടത്തും. നടത്തിക്കോ.
നീ ചുവന്ന പട്ടും തെറ്റിപ്പൂവും മലരും കൊണ്ടുവന്നേ നിനക്കായി പൂവോടത്തിൽ നീ പൂക്കൾ കൊണ്ടുവന്നേ ഇത് ദേവിയുടെ പ്രസാദമാണ്. നിന്റെ മംഗല്യ ഭാഗ്യം കൊണ്ടാ വേണു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇപ്പൊ എങ്ങനെയുണ്ട്? ആശ്വാസമുണ്ട്. ഞങ്ങൾ വരട്ടെ. മുളയിലെ നുള്ളിക്കളയേണ്ടതായിരുന്നു. പക്ഷേ നമ്മളത് ചെയ്തില്ല. ഇപ്പോൾ അവനും അവളും ഒരേ വീട്ടിലാണ് അത്ര താമസം. 7 ലക്ഷം രൂപയുടെ വൈര നെക്ലസ് തേടിപ്പോയവൻ തീപ്പൊള്ളലേറ്റ് കിടക്കുന്നു പോലും. ഒരു കുട്ടിയെ രക്ഷിച്ച് പുണ്യാളനാകാൻ ശ്രമിച്ചു. ഫൂൾ! എത്ര നല്ലൊരു സന്ദർഭമാണ് പാഴാക്കിയത്. സാർ, എനിക്കുടനെ വേണുവിനെ കാണണം. വേണുവിനെ സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനും എനിക്ക് മാത്രമേ അവകാശമുള്ളൂ. വേണുവിന്റെ ഹൃദയം എന്റെ മാത്രം സ്വത്താണ്. വേണുവിന്റെ ശരീരത്തിന്റെ ഗന്ധം എനിക്ക് മാത്രം അനുഭവിക്കാനുള്ളതാണ്. അവനെ നേർവഴിക്ക് കൊണ്ടുവരാൻ ഇനി ലില്ലിക്ക് മാത്രമേ കഴിയൂ. എങ്ങനെയെങ്കിലും ആ പെണ്ണിന്റെ വലയിൽ നിന്നും അവനെ നമുക്ക് രക്ഷപ്പെടുത്തണം.
വേണുവിന് സുഖമില്ലെന്നുള്ള വിവരം എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല? നഴ്സിംഗ് ഹോമിൽ കിടക്കുന്നതിന് പകരം ഈ തെരുവ് മുറിയിൽ കിടക്കേണ്ട കാര്യം എന്ത്? വാട്ട് ഹാപ്പൻ ടു യു? എന്നെ കാണണമെന്ന് പോലും ഒരു വിചാരമില്ല വേണുവിന്. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? പറയൂ വേണു, പറയൂ. വേണു മരുന്ന് കഴിക്കും. എന്റെ വേണുവിനെ പരിചരിക്കാൻ നീ ആര്? എന്റെ വേണുവിന്റെ ശരീരത്തിൽ തൊട്ടാ നിന്നെ ഞാൻ കൊന്നുകളയും. ലില്ലി, ബഹളം വെക്കായിരിക്കൂ. നാട്ടുകാർ ഞാൻ ലില്ലി കാണാൻ മോശം. എന്നെ വിടൂ. രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ ഞാൻ വരൂ. വേണു എനിക്കുള്ളതാണ്. വേണുവിന് ഞാൻ മരുന്ന് കൊടുക്കും. വേണുവിനെ ഞാൻ ശുശ്രൂഷിക്കും. ലില്ലി, ഞാൻ പറയുന്നനുസരിക്കൂ. വരൂ, come on, please, come. ലില്ലി, be sensible, please. Come, get it. Hello, Inspector. ഗുഡ് ഈവനിങ്. Can I give you a lift? നോ താങ്ക് യു. എനിക്ക് യാത്ര ചെയ്യാൻ ഗവൺമെന്റ് വെഹിക്കിൾ ഉണ്ട്. Oh, sure, thank you. ലക്ഷ്മി, എനിക്ക് സ്നേഹിക്കാനും എന്നെ സ്നേഹിക്കാനും ഈ ഭൂമിയിൽ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആദ്യം കണ്ട വഴിയിലൂടെ ഞാൻ പോയി. പകൽ സമയത്ത് മാന്യത നടിച്ച പലരും രാത്രി സമയത്ത് എന്നെ മോഷ്ടിക്കാൻ പ്രേരിപ്പിച്ചു. ലക്ഷ്മിക്കറിയാമോ, ജയിലിനകത്തുള്ളതിനേക്കാൾ കൂടുതൽ കള്ളന്മാർ ജയിലിന് പുറത്തുണ്ട്. വേണു ഒരു പുതിയ വഴി കണ്ടെത്തിയാൽ എനിക്ക് സന്തോഷമാകും. ഇനി ഒരിക്കലും ഞാനൊരു കള്ളനാവില്ല. വിയർപ്പൊഴുക്കി ഞാൻ അധ്വാനിക്കും. അങ്ങനെ നഷ്ടപ്പെട്ട എന്റെ ജീവിതം ഞാൻ തിരിച്ചെടുക്കും. വേണുവിനെ വിശ്വസിക്കരുത് അന്നേ സാറിനോട് പറഞ്ഞിരുന്നു. പക്ഷേ എന്നെ തടഞ്ഞിട്ട് അവനെ കസ്റ്റമറാക്കി. ഇപ്പോഴെന്തുണ്ടായി? ജഗ്ഗു, നടന്നത് നടന്നു. ഞാൻ ഒരിക്കലും പിന്നോട്ട് നോക്കാറില്ല. നമുക്ക് പോകേണ്ടത് മുന്നോട്ടാണ്. ജഗ്ഗു എന്ത് ചെയ്യണമെന്ന് പറയൂ. വേണു അവന്റെ തൊഴിൽ മതിയാക്കി നല്ല വെള്ള ചമയാണത്രേ. അത് നമുക്ക് അപകടമാണ്. ഇൻസ്പെക്ടർ മേനോൻ തന്ത്രപൂർവ്വം അവനെ സമീപിച്ചാൽ എന്റെ ജീവചരിത്രം മുഴുവൻ അവൻ അയാൾക്ക് എഴുതി കൊടുത്തു വരും. ചവിട്ടേറ്റ പാമ്പാണ് ഞാൻ. വേണുവിന് ഒരു പഴയ കടം കൊടുത്തു തീർക്കാനുണ്ട്. ജഗ്ഗു, വേണുവിനെ എങ്ങനെയെങ്കിലും ഇവിടെ കൂട്ടിക്കൊണ്ടുവരണം. വീടിന്റെ മേൽക്കൂരിലേക്ക് ചാഞ്ഞു കിടക്കുന്ന തെങ്ങ് കഴിയുന്നു നേരത്തെ മുറിച്ചു കളയുന്നതാണ് നല്ലത്. പുതിയ പടം വന്നിട്ടുണ്ട്. പുതിയ വിളിച്ചു പോയി കാണാം. അപ്പൊ അല്ല, ഇതാരുദ്യോഗസ്ഥനോ? എന്നോന്നാ പുതിയ ഉദ്യോഗം? ജഗ്ഗു, മാറി നിൽക്ക്. എനിക്ക് പോകാൻ ധൃതിയുണ്ട്. പുതിയ വെപ്പാറ്റേക്കിട്ടപ്പോ കൂട് മറന്നു. നന്ദി കേട്ടവൻ. ജഗ്ഗു, ഞാനൊരു മനുഷ്യനായി ജീവിക്കാൻ ശ്രമിക്കുകയാണ്. അധ്വാനിച്ചു കിട്ടുന്ന ഈ പണത്തിന്റെ വില വളരെ വലുതാണ്. കണ്ണ് തെളിഞ്ഞ് സത്യമറിഞ്ഞ് നീയും എന്റെ വഴിക്കുക. ജഗ്ഗു, എന്നെ വീണ്ടും മൃഗമാക്കരുത്. നീ മനഃപൂർവ്വം മഴക്കുണ്ടാക്കാൻ വന്നിരിക്കുകയാണെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ക്ഷമിക്കുന്നു.
ഇതല്ലേ വേണുചേട്ടന്റെ വീട്? അതെ, എന്ത് വേണം? വേണുചേട്ടൻ ഏണി മറിഞ്ഞ് താഴെ വീണു. കൂടുതലായതുകൊണ്ട് കോൺട്രാക്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വന്നാട്ടെ, നമുക്ക് അങ്ങോട്ട് പോവാം. അല്ല, ഇത് എന്തൊരു അത്ഭുതമായിരിക്കുന്നു. വേണു ഒരു ആക്സിഡന്റ് ആയെന്ന് പറഞ്ഞ് ഒരു പെണ്ണ് വന്ന് ലക്ഷ്മി ചേച്ചി കൂട്ടിക്കൊണ്ടുപോയി. വിവരം ഞങ്ങൾ അങ്ങോട്ട് വരികയായിരുന്നു. ആക്സിഡന്റോ? എനിക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ. എങ്കിലും എന്തോ കുഴപ്പമുണ്ട്. അതാ കൈസറല്ലേ വരുന്നത്. വേണു എവിടെ? മുകളിലത്തെ മുറിയിലുണ്ട്. വേണു, വിധവയായ നിനക്ക് ആരോഗ്യമുള്ള പുരുഷനെ കണ്ടാൽ ആർത്തി തോന്നും. അത് സ്വാഭാവികമാണ്. വേണുവിന് പകരം ഞാനായാലെന്താ തെറ്റ്? ലക്ഷ്മി, ഞാൻ പറയുന്ന കേൾക്കൂ. വേണു ഒരു കള്ളനാണ്. അവൻ അവന്റെ തൊഴിൽ തുടരട്ടെ. നിനക്കിവിടെ എന്നോടൊത്ത് ഒരു കോടീശ്വരി പോലെ ജീവിക്കാം. ഞാൻ പറയുന്ന അനുസരിച്ചാൽ മാത്രം മതി. സാർ, ഞാൻ പോകുന്നു. വേണുവിനെയും ഞാൻ കൊണ്ടുപോകും. പാസ്പോർട്ടും വിസയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇല്ലേ, അങ്ങനെ ധൃതി പിടിക്കാതെ, പരസ്പരം ചില കണക്കുകൾ പറഞ്ഞു തീർക്കാതെ ആർക്കും ഇവിടുന്ന് പോകാൻ സാധ്യമല്ല. ലക്ഷ്മിക്ക് എന്നെ തീരെ മനസ്സിലായില്ല. നീ എന്നെ ഒന്ന് സഹായിക്കണം. സാർ, അവരെ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നത് വേണുവിനെ അവരിൽ നിന്ന് അകറ്റാൻ വേണ്ടി മാത്രമാണ്. സാർ അവരെ നശിപ്പിക്കരുത്. ദയവ് ചെയ്ത് എന്നെ രക്ഷിക്കൂ. ദൈവത്തെ സാക്ഷി നിർത്തി ഞാൻ പറയട്ടെ, വേണുവിനെ സ്വന്തമാക്കാൻ ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. നിങ്ങളുടെ പ്രേമത്തെ പറ്റി ഞാൻ അറിഞ്ഞിരുന്നുമില്ല. ഇത് സത്യമാണ്. സാർ, അവരെ വിടൂ. സാർ, അവരെ വിടാനാണ് പറഞ്ഞത്.
വേണു എന്റെ മാത്രം സ്വന്തമാണ്. എന്റേത് മാത്രം. നിങ്ങൾക്ക് വേണുവിനെ എന്നിൽ നിന്ന് തട്ടിയെടുക്കാൻ സാധിക്കില്ല. വേണു എന്റേത്. വേണു. ലില്ലി 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 വിടാൻ വേണു, വിടാൻ. നടക്ക. എന്റെ പൊന്നുമോളെ, നീ പോയി
പിന്നെ നമ്മുടെ വീട് അങ്ങ് ഉറങ്ങിപ്പോയി. നിന്നെ ഞങ്ങൾ ഇവിടെ എല്ലാം അന്വേഷിച്ചതറിയോ മോളെ? ഒരു മഹാഭാഗ്യം കൊണ്ടാ അമ്മായി വന്നിരിക്കുന്നത്. ഭാഗ്യമോ? എനിക്കോ? അതെ, നിനക്ക് കാൽ കാശ് തരില്ലെന്നും പറഞ്ഞ് നിന്നെ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ട് തള്ളിയിട്ടിട്ട് പോയ രണ്ടാനച്ഛനുണ്ടല്ലോ, മരിച്ചു. മരിക്കുന്നതിന് മുമ്പ് 1,00,000 രൂപയുടെ സ്വത്ത് നിന്റെ പേർക്ക് എഴുതി വെച്ചു. എന്റെ മോൾ എന്തിനായി തെരുവ് കഴിയുന്നത്? വാ, നമുക്ക് പോകാം. നിങ്ങൾ എല്ലാവരും കേൾക്കണം. ഈ നിൽക്കുന്നത് എന്റെ അമ്മായി അമ്മയാണ്. ഇവരുടെ മകന്റെ ഭാര്യയായി ഞാൻ കുറച്ചു ദിവസം ജീവിച്ചു. 20ാമത്തെ ദിവസം അദ്ദേഹം എന്നേക്കുമായി എന്നെ ഉപേക്ഷിച്ചു പോയി. സ്വന്തം വീടില്ലാത്ത അനാഥയായ ഞാൻ ഗത്യന്തരമില്ലാതെ ഭർത്താവിന്റെ വീട്ടിൽ തന്നെ താമസിച്ചു. അതിന് ഇവരെനിക്ക് തന്ന സമ്മാനം നിങ്ങൾക്ക് കാണണ്ടേ? അമ്മേ, നിങ്ങളുടെ വലിയ ബംഗ്ലാവ് എനിക്ക് ആവശ്യമില്ല. സഹായം ആവശ്യമായിരുന്ന കാലത്ത് എന്നെ തള്ളിപ്പറഞ്ഞ് എന്റെ ചെറിയച്ഛന്റെ 1,00,000 രൂപയും എനിക്ക് വേണ്ട. ഇന്നലെ വരെ കള്ളനും ദുഷ്ടനുമായി ജീവിച്ച ഈ മനുഷ്യന്റെ മനസ്സിലാണ് ഞാൻ എന്റെ ശാന്തിയും സമാധാനവും കണ്ടെത്തിയത്. ഈ വെളിച്ചത്തിൽ കിടന്ന് മരിക്കാൻ എന്നെ അനുവദിക്കൂ. മിസ്റ്റർ വേണു, നിങ്ങളുടെ പുതിയ ജീവിതത്തിന് എല്ലാ മംഗളങ്ങളും നേരുന്നു. നിങ്ങളുടെ പേരിലുണ്ടായിരുന്ന പോലീസ് കേസ് പിൻവലിച്ചു. പണിക്കരുടെ വീട്ടിൽ നിന്നും ആഭരണങ്ങൾ മോഷ്ടിച്ചത് വൈദ്യരാണെന്ന് അയാൾ സ്വയം സമ്മതിച്ചു. കാറിലോട്ട് തനിയെ കയറണോ അതോ ഞാനും ആരോഗ്യം കൂടെ പിടിച്ചു കയറ്റണോ? കാർ കൂടാതെ തന്നെ ആരോഗ്യപരമായി വീട്ടിലെത്തിക്കാം. കേട്ടോ? എന്താ നോക്കി നിൽക്കുന്നത്? പിരിഞ്ഞു പോകണം. പിരിഞ്ഞു പോകാൻ. ഇല്ല, കാപ്പ് പിടിച്ചില്ല ഞങ്ങൾ. അങ്ങോട്ടല്ല ഇങ്ങോട്ട്. ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ പോണത്.